അതെന്താ? വാട്ട് എവർ കംസ് ടു എക്സിസ്റ്റ് ഹാസ് എ കോസ് ഓർ എ സീക്വൻസ് ഓഫ് കോസസ്. നിങ്ങൾ ഇതുവരെ പറഞ്ഞതൊക്കെ തൽക്കാലത്തേക്ക് അവിടെ മാറ്റി വെക്കുന്നത് പുതിയ ചർച്ചയാണ്. അള്ളാഹു ഉണ്ടെന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കാൻ പോകുന്നത്. അത് കേവലം ഒരു ചെറിയ മനസ്സിലാക്കലല്ല, ഇതിന്റെ അപ്പുറം ഫിലോസഫി വേറൊരു ചർച്ചയില്ല. അതാണ് ഞാൻ സെലക്ട് ചെയ്യാൻ കാരണം. എന്തൊക്കെ ഇന്ന് നിലവിലുണ്ടോ അത് നിലവിൽ വരാൻ അതിന്റെ പിറകിൽ ഒരു കാരണമോ കാരണങ്ങളോ ഉണ്ടാകണം. ഇതിൽ തൽക്കാലം മതവിശ്വാസികൾക്ക് നിരീശ്വരവാദികൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്താ പറഞ്ഞത്? എന്തൊക്കെ ഇന്നിവിടെ ഉണ്ടോ അത് ഉണ്ടാകാൻ അതിന്റെ പിന്നിൽ കാരണമോ കാരണങ്ങളോ ഉണ്ടാകണം. അതിന്റെ തെളിവെന്താ? നിങ്ങൾ ആ ഡിസ്പ്ലേയിലേക്ക് തന്നെ നോക്കിയാൽ മതി. ഞാൻ പ്രസംഗിക്കുന്നില്ല, പറഞ്ഞു പോവുകയാണ്. പ്രസംഗിക്കുമ്പോൾ സമയം പോകും. ഒന്നാമത്തെ തെളിവ് ഇൻഡ്യൂഷൻ. എന്താണ് ഇൻഡ്യൂഷൻ? നമ്മുടെ ഉള്ളിൽ നമുക്ക് തന്നെ അറിയാം, കാരണമില്ലാതൊന്നും ഉണ്ടാകില്ല. പുക ഉണ്ടാകണമെങ്കിൽ ഒരു തീ അവിടെ കത്തിയിരിക്കണം, അത്രേ പറയുന്നുള്ളൂ. അതൊരു അവബോധമാണ്. രണ്ടാമത്തെ തെളിവ് പ്രിൻസിപ്പിൾ ഓഫ് കോൺട്രാഡിക്ഷൻ എന്ന് പറയും. നമ്മൾ തനാക്കുൽ, കായികത്തിൽ തനാക്കുൽ അല്ലേ? പറഞ്ഞ വാക്ക് അസത്യമാണെങ്കിൽ അതിന്റെ അതിന്റെ വൈരുദ്ധ്യം ശരിയാകണം. ഈ വൈദ്യരുടെ ഫിലോസഫി അതിന്റെ ഭാരം കടുപ്പാന്ന് എനിക്കറിയാം. വിഷയം അതിന്റെ പെർഫെക്ഷനിലേക്ക് പോകട്ടെ കരുതിയിട്ടാണ്. കാരണമില്ലാതെ ഒന്നും ഉണ്ടാകില്ല എന്നുള്ളത് തെറ്റാണെങ്കിൽ ഏത് ശരിയാകണം? കാരണമില്ലാതെ പലതും ഉണ്ടാകുന്നുള്ളത് ശരിയാകണം. അതൊരിക്കലും സംഭവിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഈ വായുവിൽ നിന്ന് കുതിരകൾ വരട്ടെ. ഒരു കുരങ്ങിന്റെ കയ്യിൽ ഒരു സ്റ്റിക്ക് പേനയും 10 ന്യൂസ് പ്രിന്റും കൊടുത്താൽ വിക്ടർ ഹ്യൂഗോവിന്റെ ചിരിക്കുന്ന മനുഷ്യൻ ആ കഴുതയോ കുരങ്ങോ എഴുതട്ടെ, സംഭവിക്കോ? ഒരിക്കലും സംഭവിക്കൂല. മറ്റൊന്ന് ഇൻഡക്റ്റീവ് റീസണിങ്, മീൻസ് സയന്റിഫിക് തെളിവ്, പസാരിറ്റി എന്ന് പറയും. ഫിസിക്സിൽ ധാരണയുള്ള ഏതെങ്കിലും സഹോദരൻ തീർച്ചയായും ഉണ്ടാവുമല്ലോ. ഏത് ഭാഗമാണ് സദസ്സിന്റെ മുഖ്യഭാഗം എന്നറിയാതെ എല്ലാ ഭാഗവും മുഖ്യമായ ഭാഗമായ സയ്യിദുൽ ഉലമയുടെ മക്കളാണ് നാം. മനസ്സിലാക്കുന്നത് എവിടെയാണ് മുഖ്യഭാഗം. അതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കട്ടെ, ഇൻഡക്റ്റീവ് റീസണിങ്ങിൽ ഫിസിക്സ് അറിയുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റും. സയൻസിന്റെ ബേസിക്കിലോ സ്പേഷ്യസ് റെഗുലാരിറ്റി, ടെമ്പറൽ റെഗുലാരിറ്റി, മാത്തമാറ്റിക്കൽ ആപ്ലിക്കബിലിറ്റി, കസാലിറ്റി, ഫാൾസിഫയബിലിറ്റി, അതിൽ പറയുന്ന തത്വമാണ് പസാലിറ്റി. പസാലിറ്റി മീൻസ് കാരണങ്ങളുണ്ടെങ്കിലേ കാര്യം ഉണ്ടാവുകയുള്ളൂ. അപ്പൊ ഞാൻ ഷോർട്ടാക്കി ഒന്നാമത്തെ ഭാഗം ഇവിടെ തീർന്നു. കാരണമില്ലാതെ ഒന്നും ഉണ്ടാകൂല. സെക്കൻഡ് പ്രമേസ്. എന്താ സെക്കൻഡ് പ്രമേസ്? ഞാൻ പറയുന്നത്, ഞാൻ ആ മനുഷ്യന്റെ പേര് പറയുന്നത് അല്ലാഹു അദ്ദേഹത്തിന് വല്ലാത്തവർക്ക് ഹിദായത്ത് കൊടുക്കട്ടെ. ദൈവാസിക്ക് സംബന്ധിയായ ചർച്ചയിൽ ഒരു നിരീശ്വരവാദി സുഹൃത്തിനോട് ഈ ഒരു ആർഗ്യുമെന്റാണ് ഞാൻ ഉന്നയിച്ചത്. രണ്ടാമത്തെ കാര്യം എന്താണ്? രണ്ടാമത്തെ കാര്യം, ഈ പ്രപഞ്ചം സൃഷ്ടിയാണ്. എക്സിസ്റ്റിംഗ് യൂണിവേഴ്സ് ഈസ് എമർജന്റ്. ഈ പ്രപഞ്ചം സൃഷ്ടിയാണ് എന്ന് പറഞ്ഞാൽ ഇത് അനന്തമല്ല. ഒരു പോയിന്റിൽ നിന്ന് തുടങ്ങിയാണ്. നിന്റെ ഡേറ്റ് ഓഫ് ബർത്ത്, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എപ്പാന്ന് ചോദിച്ചപ്പോൾ നമ്മൾ പറയല്ലോ 988 അല്ലെങ്കിൽ 970, 80. അങ്ങനെ ഒരു പോയിന്റിൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. എന്താ അതിന്റെ തെളിവ്? ഒന്ന് ലോ ഓഫ് എൻട്രോപ്പി. ഇതിന്റെ ഇന്നത്തെ സ്ഥിതി നോക്കിയാൽ പഴക്കം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു ട്രെയിൻ ജസ്റ്റ് മൂവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്കറിയാം അത് 10 സെക്കൻഡ് മുമ്പാണ് മൂവ് ചെയ്യാൻ തുടങ്ങിയത്. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു ചായ കിട്ടിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിന്റെ ചൂട് 1 മിനിറ്റ് കഴിഞ്ഞാൽ തണിയുമെന്ന്. ആ ലോന്റെ പേരാണ് മിനിമം ലോ ഓഫ് എൻട്രോപ്പി. അത് പ്രകാരം 1387 കൊല്ലം മുമ്പ് തുടങ്ങിയതാണ് പ്രപഞ്ചം എന്ന് സയൻസ് അനുമാനിക്കുന്നു. രണ്ടാമത്തത് ബിഗ് ബാങ്. ബിഗ് ബാങ് മീൻസ് 1387 കൊല്ലം മുമ്പാണ് പ്രപഞ്ചം വികസിക്കാൻ ആരംഭിച്ചത്. സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ട്.